ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വൈൻ മേക്കിംഗ് വീഡിയോ ആണ്. ഇത് ക്രിസ്മസിനും വേണ്ടി തയ്യാറാക്കിയതാണ്. അതിനു മുന്നേ വൈനൊക്കെ റെഡിയാക്കിയായിരുന്നു, പക്ഷേ അന്നൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ ക്രിസ്മസൊക്കെ ആകുമ്പം ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും വൈനായിട്ടും കേക്കായിട്ടും നമ്മൾ തന്നെ എല്ലാം നമ്മൾ റെഡിയാക്കാറുണ്ട് അല്ലേ. അതൊരു കോമണായ കാര്യമാണ്, അതത്ര വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്തേ പൈനാപ്പിൾ വൈൻ ഇടാം എന്നാണ്. അപ്പോൾ ഓരോ വർഷവും നമുക്ക് അവൈലബിളായ ഫ്രൂട്ട്സ് അനുസരിച്ച് നമ്മൾ വൈൻ മേക്ക് ചെയ്യും. അപ്പോൾ ഈ വർഷം ഞങ്ങൾ സെലക്ട് ചെയ്തത് എന്തായാലും പൈനാപ്പിളായിരുന്നു. അപ്പോൾ ഞങ്ങളും ഉണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയും ഫാമിലിയും. അപ്പം ഞങ്ങൾ രണ്ട് കൂട്ടരും കൂടെയാണ് ഈ വർഷം വൈൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് കൂടിയത്. അപ്പോൾ ഇതാണ് ചേച്ചിയും ചേട്ടനും. അങ്ങനെ ഞങ്ങൾ വൈൻ മേക്കിംഗ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറഞ്ഞു പോകുന്നതനുസരിച്ച് ഞാനൊരു കാര്യം കൂടെ ഷെയർ ചെയ്യാം. വൈനെന്ന് കേൾക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ ഉള്ള പണ്ടൊക്കെ ഒരു വൈനെ എനിക്കറിയത്തുള്ളായിരുന്നു. അതായത് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ചാമ്പങ്ങയില്ലേ, എല്ലാവരും ചാമ്പങ്ങ എന്ന് തന്നെ ആയിരിക്കും പറയുന്നതെന്ന് വിശ്വസിക്കുന്നു. ചാമ്പങ്ങയും കൊണ്ട് വൈന്, അതിൻ്റെ എനിക്ക് തോന്നുന്ന റോസ് ആപ്പിൾ എന്നാണെന്ന് തോന്നുന്നു. അത് അല്ല, അതിൻ്റെ നെയിം ഡിഫറെൻ്റ് ആണെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ. എനിവേ ചാമ്പങ്ങ, അപ്പോൾ ചാമ്പങ്ങയുടെ വൈനായിരുന്നു എൻ്റെ മൈൻഡിലൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ മുന്തിരി, ഈ രണ്ട് വൈനും മാത്രമേ എനിക്കറിയത്തുള്ളായിരുന്നു. ചാമ്പങ്ങ എന്തുകൊണ്ടാണ് ഇടുന്നതെന്ന് വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ 2-3 മരം നിറയെ ചാമ്പ പൂക്കും ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഇതിന് മുന്നേ ഒക്കെ ആകുമ്പോഴത്തേനും കേട്ടോ. അതിൻ്റെ സമയമാകുമ്പോൾ അത് പൂക്കും. അന്നേരം ഒത്തിരി ചാമ്പങ്ങ കിട്ടും. അപ്പോൾ വീട്ടിലെ വല്യമ്മച്ചി മമ്മിയും എല്ലാവരും കൂടെ എന്നെ ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ചാമ്പങ്ങ വെച്ചിട്ട് കുറേ സാധനങ്ങൾ, അതായത് അച്ചാറുണ്ടാക്കും, പലതരത്തിലുള്ള അച്ചാറുകൾ. പിന്നെ അത് കുറേ എടുത്ത് ഉപ്പിലിടും, എന്നിട്ടും ബാക്കി വരും. അപ്പോൾ അതെടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടെ കൂട്ടി വൈനാക്കും. അപ്പം അമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോ അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നും അല്ല കേട്ടോ, അല്ലാതെ തന്നെ വൈനാക്കി വെക്കണതാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് യൂട്യൂബ് അനുസരിച്ച് വീഡിയോ കണ്ട് പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈനൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുമല്ലോ. അന്നെന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് മനസ്സിലല്ലെങ്കിൽ എങ്ങനെ വരണോ അതനുസരിച്ച് വൈനുണ്ടാക്കും. പക്ഷേ അതിനൊരു പ്രത്യേക ടേസ്റ്റാണേ. അതാണ് എനിക്കിഷ്ടപ്പെട്ട വൈൻ എന്ന് ഞാൻ പറയും. അങ്ങനെ പിന്നെ നമ്മുടെ രാജ്യമൊക്കെ വിട്ട് നമ്മൾ യൂറോപ്യൻ കൺട്രിയിലോട്ട്, അതായത് അയർലൻഡിലോട്ടാണ് ഫസ്റ്റ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതാണ് ശരിക്കുള്ള വൈൻ എന്നൊക്കെ. പക്ഷേ എന്നാലും നമ്മുടെ മൈൻഡിൽ ആ ചാമ്പങ്ങ വൈനും നാട്ടിലിട്ട മുന്തിരി വൈനൊക്കെ മൈൻഡിൽ കിടക്കുന്നത് ഇപ്പോഴും. അപ്പോൾ അങ്ങനെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിൽട്ടർ ചെയ്യുകയാണ്. അതായത് ഇത് 10-15 ദിവസം വെക്കണം എന്നാണ്. നമ്മൾ 20 ദിവസം അടുത്തായപ്പോഴാണ് ഇത് ഫിൽട്ടർ ചെയ്ത് അതിൻ്റെ ഇത് മാറ്റി, ചണ്ടിയെല്ലാം മാറ്റി റെഡിയാക്കി എടുത്തത്. അപ്പോൾ വീണ്ടും നമ്മൾ ഓരോ ഓഫ് അനുസരിച്ച് കൂടി നമ്മളിത് റെഡിയാക്കി എടുക്കുന്നതാണ് ഇതിനകത്ത് കാണുന്നത് കേട്ടോ. അന്നേരം ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കി ഇനിയിപ്പം ഇതിങ്ങനെ അടച്ചു വെക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതായത് കറക്റ്റ്, അതായത് എല്ലാ സാധനങ്ങളും ഒക്കെ ഇട്ട് തടിത്തവി മാത്രം ഉപയോഗിച്ച്, അത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, മാത്രം ഉപയോഗിച്ച് ഇളക്കാൻ പാടുള്ളൂ. പിന്നെ അതേപോലെ നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇളക്കിയൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കെട്ടിയോനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ അതേപോലെ കെട്ടി, നമുക്ക് ഭരണിയൊന്നും ഇല്ലായിരുന്നു, നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്തൊക്കെയാണ് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കെട്ടി എല്ലാം റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഭരണിയൊന്നും കിട്ടിയില്ല. ഇവിടെ നമുക്ക് ഭരണിയൊക്കെ കിട്ടാൻ വേണ്ടി പാടായിരുന്നു. നമുക്കതുകൊണ്ട് എയർ ടൈറ്റായി
കണ്ടെയ്നറിനകത്ത് വെച്ചു. അത് കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയുണ്ട് ദിവസം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കണം. ഒരു ഫിൽട്ടർ ചെയ്ത് അരിച്ച് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടുള്ള സത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ വൈൻ റെഡിയാക്കി എടുത്തു. ഞാനിതേ കുപ്പികളിലൊക്കെ ആക്കി വെച്ചു. അടുത്തുള്ള കേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയെന്നുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ വൈനും കേക്കും ദേണ്ടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള വൈനാണ് ഉണ്ടാക്കിയെന്നൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.